അല്ലെങ്കിൽ ഞാനങ്ങ് മരിക്കണം, അവനെ കൊണ്ട് ഞാനങ്ങ് മരിക്കണം. അപ്പോഴും എനിക്ക് ഒരു കടം കിടക്കും. എൻ്റെ മൂത്ത കുഞ്ഞ് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ എൻ്റെ ഒരു സഹായം ഇല്ലാതെ പറ്റൂല സാർ. ഞാൻ അവനെ കൊണ്ട് ഇവിടെ കിടപ്പാണ്, കിടക്കാനേ നിവർത്തിയുള്ളൂ സാറേ. അല്ലാതെ എനിക്ക് ഒന്നിനും എനിക്ക് പറ്റാത്തൊരവസ്ഥ. എനിക്കിത് പറയാൻ അറിഞ്ഞൂടാ സാറേ, കാരണം ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് വിശദീകരിച്ച് പറഞ്ഞെന്ന് എനിക്കത് അറിഞ്ഞൂടാ സാറേ. അല്ലെങ്കിൽ ഞാനങ്ങ് മരിക്കണം, അവനെ കൊണ്ട് ഞാനങ്ങ് മരിക്കണം. അപ്പോഴും എനിക്ക് ഒരു കടം കിടക്കും. എൻ്റെ മൂത്ത കുഞ്ഞ്, അവനെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും? മണമ്പൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മൈനാഗ് എന്ന 16-കാരൻ സെറിബ്രൽ പാൾസി രോഗം മൂലം ദുരിതമനുഭവിക്കുകയാണ്. ജന്മാന എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പോലും കഴിയാത്തൊരവസ്ഥ. കുട്ടിക്ക് സംസാരിക്കാനോ മലമൂത്ര വിസർജനം ചെയ്യാനോ കഴിയില്ല. അമ്മ ലൈന മാത്രമാണ് മൈനാഗിന് ഏകത്തുണ. ഇത്രയും 16 വർഷം വരെ ഞാൻ നോക്കി, എന്നിട്ട് അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതിനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നില്ല, ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. പക്ഷെ എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റൂല. കുട്ടിയെ തനിച്ചാക്കി ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫിക്സ് കാരണം സർജറി പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ പറയുന്നത്, ചിത്രയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് സർജറി ആവശ്യമാണ് അവന്, ഡിസ്കിന്. പക്ഷെ സർജറിക്ക് ഇപ്പോൾ അവന് ജന്നി വരുന്നത് കൊണ്ട് അത് കൺട്രോൾ ആവാതെ ചെയ്യാൻ പറ്റൂല സാർ. മൂത്ത കൊച്ചിൻ്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്ക് അവനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റൂല. മൂത്രം ഒഴിക്കുന്നതും അല്ലാത്തതും അവന് പറയാൻ അറിയില്ല. കൂടെ എപ്പോഴും ആൾ വേണം. ഒരു ദിവസത്തിനകത്ത് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും കടയിൽ പോയിട്ട് വന്നപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു സാറേ, ഉണ്ടായിരുന്നു. അവനും ഇവിടെ കിടക്കുകയായിരുന്നു, ആ മൂലയിലിരുന്ന്. പിന്നെ ഞാൻ വന്നാണ് അവന് ഒട്ടിച്ചു വിട്ടത്. തുണയാകേണ്ട അച്ഛൻ പോലും ഈ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. മോൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് സാർ. 16 വർഷം കൊണ്ട് ഞാൻ അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കുഞ്ഞിനെ ഇട്ടിട്ട് അവനുള്ള ആഹാരത്തിന് പോലും എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഡൈപ്പർ വേണം, ഒരു കിടപ്പാണ്, എഴുന്നേക്കാൻ എന്തിനും ഒരു ആഹാരമായിട്ട് ചോദിക്കാൻ പോലും അറിഞ്ഞുകൂടാ. എന്ത് ചെയ്യണമെങ്കിലും ഞാൻ എൻ്റെ ഒരു സഹായം ഇല്ലാതെ പറ്റൂല സാറേ. എത്ര നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അവന് ഹോസ്പിറ്റലിൽ ചിലവിനായിട്ടൊക്കെ പലരും കടം വാങ്ങിച്ച് ഒരുപാട് ബാധ്യതയുണ്ട്. അതിനൊരു വഴിയില്ല. മൂത്ത കുട്ടീൻ്റെ വരുമാനം കൊണ്ട് ഒന്നിനും പറ്റൂല സാർ. ഒരാഴ്ചത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ തികയില്ല. ശ്രീചിത്രയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി വെള്ളിയാഴ്ചയിലൊന്ന് അവനെ OP-യിൽ കൊണ്ടുപോകണം. ബസ്സിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അവനെ കൊണ്ട്. ഇതിനൊന്നിനും എനിക്ക് വഴി കണ്ടെത്താൻ ഒരു നിവർത്തിയില്ല സാർ. ആത്മഹത്യ ചെയ്യാതെ ഇത്രയും നാളും പിടിച്ചത് എന്നെ കൊണ്ട് പറ്റൂല സാർ. ആത്മഹത്യ ചെയ്യേയില്ല. വഴി പോലുമില്ലാതെ ആൾവാസം കുറഞ്ഞൊരു പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. ഏകദേശം 500 മീറ്റർ വരെ കുട്ടിയെ എടുത്തുകൊണ്ടാണ് അമ്മ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. വഴി സൗകര്യമൊന്നുമില്ലാതെ ഞാൻ എടുത്തോണ്ടേനാണ്. വേറെ ആരും അവനെ എടുക്കത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ വണ്ടി ഇട്ട ആ സ്ഥലത്താണ് ആട്ടോ വരുന്നത്, അവിടെ വരെ എടുത്തോണ്ട് പോകണം. നിലവിൽ ശ്രീചിത്ര ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. പഞ്ചായത്തിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ യാതൊരു ആനുകൂല്യവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇവർ സഹായത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. ഡിസ്കിൻ്റെ സർജറിക്ക് മാത്രം ഏകദേശം 14 ലക്ഷം രൂപ ചിലവ് വരും. ഇത്രയും ഭാരിച്ച തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയില്ല. ചികിത്സാ ചിലവുകളൊക്കെ അവിടെ തന്നെ ചിത്രയിലാണ് പോകുന്നതെങ്കിലും ഒന്നും ഫ്രീ ഇല്ല. എല്ലാം നമ്മൾ അവിടെ OP എടുക്കണമെങ്കിൽ തന്നെ 500 രൂപയോളം OP എടുക്കാൻ വേണം. പൈസ അടയ്ക്കാതെ OP അന്ന് നോക്കത്തില്ല. നമ്മളെ MLA ഒക്കെ വന്ന് ഇവനെ അറിയാം, പക്ഷേ MLA യുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നമുക്കൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല.
ആരും തുണയില്ലാത്ത ഈ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ മുമ്പ് കൈകൂപ്പി നിൽക്കണത്. ഇപ്പോൾ എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റൂല. അവന് വേണ്ടി മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒരു സഹോദരി പോലെ കണ്ട് അവന് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ഒന്ന് വെറുതെ നിൽക്കാനെങ്കിലും അവനെ ഒന്ന് സഹായിക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട്. ഇതിൽ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എൻ്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എൻ്റെ മോനെ എനിക്ക് വേണം. അവന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട്. വിസ്മയ ന്യൂസ്, മണമ്പൂർ.